Hey guys, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള DIY ഒരു ജാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പുറത്തുനിന്നൊക്കെ നല്ല വില കൊടുത്ത് മേടിക്കുന്ന ഒരു ജാറാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു ബോട്ടിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് സിൽക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സിൽക്ക് ഏതാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അത് എടുക്കാം. നിങ്ങളുടെ ഏത് കളർ സിൽക്ക് വേണമെങ്കിലും എടുക്കാം. നമുക്കൊരു 5 രൂപ കൊടുത്താലൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് കളേഴ്സ് ഞാനിവിടെ എടുത്തില്ല. നെയിൽ പെയിൻറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാബ്രിക് കളറും യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാട്ടർ പ്രൂഫ് കളർ ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. നമുക്ക് ആ ഒരു കുപ്പിയുടെ ആ ഒരു അടപ്പിൻ്റെ മുകളിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കളേഴ്സ് എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ, ഇങ്ങനത്തെ ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ഗിഫ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ്. നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റില്ല. കാരണം വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ നാശമായി പോവാത്ത, കേട് വരാത്ത ഡെക്കറേറ്റീവ് പീസസ് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതിൽ ആദ്യം ചെയ്യുന്ന അതിൻ്റെ ആ ഒരു മൂടി തുറന്നിട്ട് അതിൽ ഞാൻ ജസ്റ്റ് കളർ പെയിൻറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം അത് വെയിലത്തൊക്കെ നമുക്ക് വെച്ച് ഉണക്കാനുള്ളതല്ലേ. അപ്പം ഞാനിവിടെ ഓറഞ്ച് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ പെയിൻറ്റും ചെയ്യാം. ഗോൾഡൻ സിൽവർ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതും വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പൂ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി അതൊരു പ്ലാസ്റ്റിക്കിലാണ് ഒട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സൈഡിലുള്ള പോർഷൻസ്, പിന്നെ എനിക്ക് ആവശ്യമില്ലാത്ത ആ ഒരു പോർഷൻസ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ടോപ്പിൽ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കാരണം നമ്മൾ ഫെവിക്കോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് അല്ല, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അടർന്നു പോരും. സോ നമ്മൾ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള വേറെ ഏത് ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ഇനി ഞാൻ ജസ്റ്റ് ആ സിൽക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ അതിലേക്ക് ഒന്ന് ഇടാനാണ് പോകുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് സിൽവർ ഇട്ടു. പിന്നെയാണ് എനിക്ക് തോന്നിയത് റെഡും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ ആ ഒരു പൂവ് ഓറഞ്ച് ഷെയ്ഡ് ആയതുകൊണ്ട് റെഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് റെഡും കൂടി അതിൽ കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ആ ബോട്ടിൽ നിറയുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് ഗ്ലിസറിൻ അതിൽ ഒഴിക്കുന്നുണ്ട്. ഗ്ലിസറിൻ അധികം ഒന്നും ഒഴിക്കുന്നില്ല, 1-2 അടപ്പ് ഞാൻ ഒഴിക്കുന്നുള്ളൂ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്ലിറ്റർ പെട്ടെന്ന് തന്നെ താഴത്തേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് ഒഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഡെക്കറേറ്റീവ് ജാറ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ടേപ്സോ അല്ലെങ്കിൽ റിബൺസോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു അടപ്പിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സാറ്റിൻ ഒരു റിബണാണ്. അത്ര കട്ടിയൊന്നും ഇല്ലാത്ത ചെറിയൊരു റിബണാണ്. നമുക്ക് 10 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതിലും ഭംഗിയുള്ള നമുക്ക് റിബൺസും ടേപ്സും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിങ്ങനെ തന്നെ ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട് നമുക്ക് വീട്ടിൽ ഷോ പീസായിട്ട് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഈസി ആയിട്ടുള്ള ഡെക്കോർ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.